ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഉരുളക്കിഴങ്ങ് പറിച്ചെടുത്താലോ? ഞാൻ കറി വെക്കാൻ വേണ്ടി വാങ്ങിച്ച ഉരുളക്കിഴങ്ങ് മുളച്ച് വന്നപ്പോൾ ഞാൻ നട്ടു വെച്ചാണേ. തണ്ട് ഇത്രയായിട്ട് വലുതായിട്ട് ഇത് വാടിരിക്കുന്നു. നമുക്കിതൊന്ന് പറിച്ചു നോക്കാം. ഇതിലെന്തേലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് പറിക്കാനുള്ള സമയമായോയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വാടിപ്പോയി. നമുക്ക് എന്നാലും ഒന്ന് പറിച്ചു നോക്കാം. ചെറിയൊരു ചെടിച്ചട്ടിക്കകത്താണ് ഞാൻ ഈ നട്ട് കൊടുത്തത്. ഒരു ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങാണ് എനിക്കിതിനകത്തുനിന്ന് കിട്ടിയത്. ഇത് പറിക്കാൻ സമയമായില്ല കേട്ടോ. ഇതിനകത്ത് ചെറിയ ചെറിയ ഉരുളക്കിഴങ്ങുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഞാൻ വാടിയത് കൊണ്ടാണ് ഇത് പറിച്ചത്. കുറച്ച് നാളുകൂടെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനകത്തും 2-3 കൂടെ കിട്ടിയേനേമേ. ഇനി നമുക്ക് ഇതിനകത്ത് ഒന്നുകൂടെ നോക്കാം. ഇനിയും വല്ല ഉരുളക്കിഴങ്ങ് വല്ലതും നിൽപ്പുണ്ടോന്നേ. അതാണ്ട് ഇതിനകത്ത് ഒരു ഉരുളക്കിഴങ്ങ് കൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് വളരെ സന്തോഷമായി. നമ്മുടെ നാട്ടിലും ഉരുളക്കിഴങ്ങ് നട്ടാൽ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ആദ്യമായിട്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങ് നട്ട് വെക്കുന്നത്. കൂട്ടുകാരെ, വേണ്ട നമുക്ക് ഈ 2 ഉരുളക്കിഴങ്ങ് കിട്ടി കേട്ടോ. നമുക്ക് 2 കുഞ്ഞ് ഉരുളക്കിഴങ്ങ് കിട്ടി. നല്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ.